പാലക്കാട് നിന്നും ഭരണി ആഘോഷത്തിന് കൊടുങ്ങല്ലൂരിലേക്ക് ഭക്തർ തിരിച്ചു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് കോമരങ്ങളാണ് ഭരണി ആഘോഷത്തിൽ പങ്കെടുക്കാൻ യാത്ര തിരിച്ചത്. ഓരോ സംഘങ്ങളായാണ് യാത്ര. അരുൺ ആലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കൊടുങ്ങല്ലൂരിലെ മീനഭരണി ആഘോഷങ്ങൾക്ക് പാലക്കാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ പുറപ്പെട്ടു കഴിഞ്ഞു. നിരവധി ഇടങ്ങളിൽ നിന്ന്, ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഓരോ ടീമുകളായിട്ടാണ് വിശ്വാസികൾ കൊടുങ്ങല്ലൂരിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. കാലങ്ങളായി ഈ പാലക്കാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ വിശ്വാസികൾ, വെളിച്ചപ്പാടുകൾ, കോമരങ്ങൾ ഈ കൊടുങ്ങല്ലൂരിൽ മീനഭരണിയിലെ ആ ആഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോവുക എന്നുള്ളത് പതിവാണ്. ഇവർ ദിവസങ്ങളോളം വ്രതമെടുത്ത ശേഷമാണ് ഇങ്ങനെ ആഘോഷത്തിൽ പങ്കെടുക്കാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ്. തന്നാരപ്പാട്ടും പാടിക്കൊണ്ടാണ് ഇപ്പോൾ ഈ വിശ്വാസികൾ കൊടുങ്ങല്ലൂരിലേക്ക് തിരിച്ചിരിക്കുന്നത്. ഏതായാലും കൊടുങ്ങല്ലൂരിലെ ഈ മീനഭരണി ആഘോഷം എന്നുള്ളത് പാലക്കാട് ജില്ലയിലെ വലിയ ഒരു വിഭാഗം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ആഘോഷമാണ്. ഇവിടെ നിന്നും ഇങ്ങനെ ആ ഭഗവതിയുടെ പട്ടുടുത്ത്, അതുപോലെ ചിലമ്പ് ധരിച്ച്, വാളെടുത്തുകൊണ്ട് ഉറഞ്ഞ് തുള്ളി തന്നാരപ്പാട്ടിൻ്റെ അകമ്പടിയോടുകൂടെ ആ കൊടുങ്ങല്ലൂരിലെ ഭഗവതിയുടെ അങ്കണത്തിലെത്തി തങ്ങളുടെ ദുരിതങ്ങളും മറ്റുമൊക്കെ ഭഗവതിയോട് പറയുമ്പോൾ അത് വലിയ ഐശ്വര്യം തങ്ങൾക്ക് നൽകും എന്നുള്ളതാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഓരോ ഇടത്തും അവർ ആദ്യം ഈ മീനഭരണി ആഘോഷത്തിന് പുറപ്പെടുന്നതിന് മുൻപായിട്ട് ഇവരുടെയൊക്കെ വീടുകളിൽ, പ്രത്യേകിച്ച് ഈ വെളിച്ചപ്പാടുമാരുടെ വീടുകളിൽ ദൈവത്തറയുണ്ടാവും. ആ ദൈവത്തറയിൽ പൂജകൾ നടത്തിയതിന് ശേഷമാണ് ഇവർ ഇത്തരത്തിൽ ഓരോ സംഘങ്ങളായിട്ട് ഇങ്ങനെ കൊടുങ്ങല്ലൂരിലേക്ക് തിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവരോട് തന്നെ ചോദിക്കാം, നമ്മളിവിടുന്ന് എത്ര പേരാണ് പോകുന്നത്? നമ്മളിപ്പോൾ ഇവിടുന്ന് അമ്മ 2 പേരാണ്. ഞങ്ങളെ ദേശത്തു നിന്ന് ഒരു 7-8 തമ്പാട്ടിമാർ കൂടുതലുണ്ട്. എത്രത്തോളം ഒരു വിശ്വാസപരമായിട്ടാണ് കുറേ വർഷമായിട്ട് പോകാറുള്ളതാണ്? ഇതിപ്പോൾ എൻ്റെ അമ്മൂമ്മ തന്നെ 20-25 കൊല്ലത്തോളമായി. അമ്മ ഇപ്പോൾ ഒരു 15-17 കൊല്ലത്തിൽ കൂടുതലായി. ഞങ്ങളിപ്പോൾ തമ്പാട്ടിമാരായിട്ട് പോവുകയാണെങ്കിൽ കൂടുതലൊരു 30 വർഷത്തിൻ്റെ മുകളിലുള്ള പഴക്കമുണ്ടാവും. ഈ വ്രതം എപ്പോഴാണ് ഇവർ തുടങ്ങുക? സാധാരണ അമ്മേരാണ് വ്രതം എടുക്കുക, കോമരങ്ങളാണ് അവരെടുക്കുന്നത്. മീനമാസത്തിലെ 1-ാം തീയതി മുതൽ വ്രതമായിരിക്കും. പിന്നെ പോയി വന്നിട്ട് 7ാം പൂജ കഴിയുന്നവരും വ്രതത്തിലായിരിക്കും. ദൈവത്തറയിൽ പൂജകൾ നടത്തിയതിന് ശേഷമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുക? അതെ, നമ്മളെപ്പോഴും അമ്മയ്ക്കും കണ്ടനും ഇവർക്കെല്ലാം പൂജ കഴിഞ്ഞ ശേഷമാണ് നമ്മൾ പുറത്തേക്ക്, പിന്നീട് അമ്പലത്തേക്ക് കൊടുങ്ങല്ലൂർക്ക് ഭരണിക്ക് നമ്മൾ പോകുന്നത്. കാവ് തീണ്ടിയിട്ട് പിന്നെ നമ്മൾ പിറ്റേ ദിവസം വരത്തുള്ളൂ. അതുതന്നെയാണ് ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഇവരൊക്കെ വലിയ വിശ്വാസപരമായിട്ടാണ് ഇങ്ങനെ യാത്രയായിക്കൊണ്ടിരിക്കുന്നത്. ഈ പാലക്കാട്ടിലെ ഒരുപാട് ഭാഗങ്ങളിൽ ഇത് വലിയൊരു വിശ്വാസമാണ് തോന്നുന്നില്ല, ഒരുപാട് ആളുകൾ? അതെ, ഒരുപാട് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പാലക്കാട് ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നാണ്, പ്രത്യേകിച്ച് കണ്ണാടി പോലുള്ള പ്രദേശങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വെളിച്ചപ്പാടുമാർ പോകുന്നത്. അത് കാലങ്ങളായിട്ട് വെളിച്ചപ്പാടുമാരുടെ എണ്ണം, അതുപോലെ തന്നെ വിശ്വാസികളുടെ എണ്ണം കൂടുതലായിട്ട് തന്നെ പോകുന്നത്. നമ്മുടെ ഇപ്പം നമ്മൾ കൊടുങ്ങല്ലൂർ ഭരണിക്ക് തന്നെ അവിടെ പോയാൽ തന്നെ അറിയാം, ഏറ്റവും കൂടുതൽ ഈ പറയുന്ന മീനമാസത്തിലെ ഭരണി നാളുകളിൽ ഓരോ വർഷം കൂടുന്നതോറും വിശ്വാസികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഏറ്റവും കൂടുതൽ ഈ പാലക്കാടൻ ഭാഗങ്ങളിൽ നിന്നാണ് വെളിച്ചപ്പാടുമാർ കൂടുതൽ വരുന്നത്. അതുതന്നെയാണ്. ഏതായാലും ഈ വെളിച്ചപ്പാടുമാർ, കോമരങ്ങൾ ഈ പാലക്കാട്ട് നിന്നും കൊടുങ്ങല്ലൂരിലേക്ക് തിരിച്ചിരിക്കുകയാണ്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി ആളുകളാണ് ഇത്തരത്തിൽ ഓരോ സംഘമായി കൊടുങ്ങല്ലൂരിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഇനി അടുത്ത ദിവസങ്ങളിൽ കൊടുങ്ങല്ലൂരിൽ ചെന്ന് അവിടുത്തെ കാവ് തീണ്ടിയതിന് ശേഷം ഇവർ തിരികെ എത്തും. അങ്ങനെ തിരികെ എത്തിയതിന് ശേഷം ഇവരെ സംബന്ധിച്ചിടത്തോളം ഏതാനും ദിവസങ്ങൾ കൂടെ വ്രതമെടുക്കും. അതിനുശേഷമായിരിക്കും വ്രതം പിന്നീട് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഈ സംഘങ്ങൾ പറയുന്നത്. ഏതായാലും പാലക്കാട്ട് നിന്നും വിശ്വാസികൾ കൊടുങ്ങല്ലൂരിലെ മീനഭരണിയിലേക്ക് തിരിച്ചിരിക്കുകയാണ്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.